ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ആഘോഷങ്ങളിലല്ല, മറിച്ച് അഴിമതിക്കെതിരെയുള്ള ബോധവൽക്കരണവും അഴിമതിക്കെതിരെ കർക്കശമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, അത് നിയമങ്ങളിലാകാം, നടപടിക്രമങ്ങളിലാകാം, കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാകാം. അപ്പോൾ ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ചർച്ചകളും അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി വിജിലൻസ് ബ്യൂറോയ്ക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരിക്കലും കൂടി ആയിരിക്കണം. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുക. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസമാണ്. അഴിമതിയിലൂടെ നഷ്ടപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് വരുന്ന തുക, അതിൻ്റെ അനേക മടങ്ങ് വിലമതിക്കാനാവാത്ത വിധത്തിലുള്ള നഷ്ടം വരുന്നത് അഴിമതിയിലൂടെ ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലുള്ള വിശ്വസനീയത കുറയുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ലോകത്ത് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് പോയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുള്ള പ്രവർത്തന ശൈലിയുമാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടൊരു ജനാധിപത്യ രാജ്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അഴിമതിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നീക്കം, കാര്യക്ഷമമായിട്ടുള്ള നീക്കം. ജനങ്ങൾക്ക് ഗവൺമെന്റ് നടക്കുന്ന കാര്യങ്ങൾ, തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ സുതാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഗവൺമെന്റ് എന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ലോകായുക്ത പക്ഷേ പല പോരായ്മകളുണ്ട്. മുഖ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ലോകായുക്തയ്ക്ക് അഡ്വൈസറി ആയിട്ടുള്ള, അത് ശുപാർശ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറിച്ച് നിയമ നടപടികളിലേക്ക്, കുറ്റക്കാരെന്ന് കാണുന്നവർക്കെതിരെയുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വ്യവസ്ഥിതിയില്ല എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കണ്ടിട്ടുള്ളത്. ഏതായാലും ലോക്പാൽ നിയമം ഇന്ത്യയിൽ യാഥാർത്ഥ്യം ആകുമ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മുടെ ലോകായുക്തയും അതിനനുസരിച്ച് ലോക്പാൽ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട്, കാരണം അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു ഇത് പറയാൻ സാധിക്കൂ. ഏതായിരുന്നാലും കേരളം ആ കാര്യത്തിൽ ഒട്ടും പിന്നിലാവില്ല. ഏറ്റവും വേഗത്തിൽ തന്നെ അതിനനുസരിച്ച് ലോക്പാലിന്റെ ചുവട് പിടിച്ചിട്ടുള്ള നടപടികൾ, ലോകായുക്തയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.